നമസ്കാരം. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതോടെ ഇറാൻ തകർന്നു വീഴും എന്ന് ലോകം കരുതിയിരുന്നു. പക്ഷേ സംഭവിച്ചത് അതായിരുന്നില്ല. അതിന്റെ കൃത്യമായ വിപരീതമായിരുന്നു. അതായത് തകർന്നടിഞ്ഞു ഇറാൻ എന്ന് പറഞ്ഞു പരത്തിയവർക്കുള്ള കൃത്യമായ ഒരു മറുപടിയായിരുന്നു. ഇറാന്റെ അടഞ്ഞ വാതിലുകൾക്കുള്ളിൽ നിന്നും ഉയർന്നത് അമേരിക്കയും ഇസ്രയേലിനെയും ഒരുപോലെ ഭയപ്പെടുത്തുന്ന ഒരു പുതിയ ഇരുമ്പ് സഹോദര സംഘമായിരുന്നു. വർഷങ്ങളോളം യുദ്ധഭൂമിയിൽ രക്തവും തീയും കണ്ടവർ ഇന്ന് ഇറാന്റെ യഥാർത്ഥ ഭരണാധികാരികൾ മാറി എന്നാണ് റിപ്പോർട്ട്. എന്തായാലും 37 വർഷം ഇറാനെ ഇരുമ്പ് കൈകളോടെ നിയന്ത്രിച്ച ഖമേനി ഒരു ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ രാജ്യം ആഭ്യന്തര കലാപത്തിലേക്കോ അധികാര സംഘർഷത്തിലേക്കോ വീഴും എന്നായിരുന്നു പാശ്ചാത്യ ലോകത്തിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ഇറാനിൽ സംഭവിച്ചത് അതിശക്തമായ അധികാര പുനഃസംഘടനയായിരുന്നു. കാരണം അധികാരങ്ങൾക്ക് വേണ്ടി തമ്മിൽ കടികൂടും എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനിയെ പരമോന്നത നേതാവായി മുന്നോട്ട് വെച്ചു എങ്കിലും യഥാർത്ഥ അധികാരം ഇപ്പോൾ ഒരാളുടെ കൈകളിലുമില്ല എന്നതാണ് വാസ്തവം. മറിച്ച് ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് രൂപം കൊണ്ട പിന്നീട് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ആഴത്തുള്ള ശക്തി കേന്ദ്രങ്ങളായി മാറിയ ഒരു രഹസ്യ സൈനിക ഇന്റലിജൻസ് സംഘമാണ് രാജ്യത്തെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. ഇവർ സാധാരണ രാഷ്ട്രീയക്കാരല്ല. യുവാക്കളായിരിക്കുമ്പോൾ തന്നെ യുദ്ധഭൂമിയിൽ നിന്നും ജനറൽ പദവിയിലേക്ക് ഉയർന്നു വന്നവർ. ഇറാഖിന് പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയിരുന്ന പിന്തുണയും വർഷങ്ങളായുള്ള ഉപരോധങ്ങളും ആക്രമണ ഭീഷണികളും ഇവരെ കൂടുതൽ കടുത്ത ദേശീയവാദികളാക്കി മാറ്റി. ഇറാൻ ഒരിക്കലും പുറത്തു നിന്നുള്ള ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കരുത് എന്ന ഉയർന്ന ചിന്താഗതിയാണ് ഇവരെ ഒന്നിപ്പിച്ച പ്രധാന ഘടകം. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന നയം ഇവർക്കിടയിൽ ഒരിക്കലും വർക്കൗട്ട് ആയിട്ടില്ല. ഇറാനിലെ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നത് പാർലമെന്റോ മന്ത്രിസഭയോ മാത്രം അല്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സൈന്യം, ഇന്റലിജൻസ്, നീതിന്യായ സംവിധാനം, സുരക്ഷാ ഏജൻസികൾ തുടങ്ങിയ എല്ലായിടത്തും ഈ ബ്രദർഹുഡ് ശൃംഖലയുടെ സ്വാധീനം വളരെ വ്യാപകമാണ്. പരസ്പരം നിരീക്ഷിക്കുകയും വിവരങ്ങൾ കൈമാറുകയും അതായത് പങ്കിടുകയും ചെയ്യുന്നു. എന്നാൽ ഒരു നേതാവിന്റെ മരണത്തിൽ പോലും ഈ സംവിധാനത്തെ തകർത്തെറിയാൻ കഴിഞ്ഞില്ല. എന്തായാലും ഇറാനിയൻ പാർലമെന്റ് സ്പീക്കറായ മുഹമ്മദ് ബാഖർ ഖാലിബ്, മുൻ ഖുദ്സ് ഫോഴ്സ് കമാൻഡറായ അഹമ്മദ് വാഹിം, മുൻ ഗാർഡ് മേധാവിയുമായ മുഹമ്മദ് അലി ജാഫറിയും തുടങ്ങിയവർ പുതിയ ശക്തി കേന്ദ്രത്തിന്റെ പ്രധാന മുഖങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ജാഫാരി വികസിപ്പിച്ചെടുത്ത മൊസൈക് സ്ട്രാറ്റജി എന്ന യുദ്ധതന്ത്രമാണ് നിരവധി കമാൻഡർമാർ കൊല്ലപ്പെട്ടിട്ടും ഇറാന്റെ പ്രതിരോധ സംവിധാനത്തെ പ്രവർത്തനക്ഷമമാക്കി നിലനിർത്തുന്നു എന്നാണ് റിപ്പോർട്ട്. മുൻ ഇന്റലിജൻസ് മേധാവിയായ ഹുസൈൻ തായ്ബെ പോലുള്ളവർ വർഷങ്ങളായി രാജ്യത്തിനകത്തും പ്രതിപക്ഷങ്ങളും വിദേശ ചാര പ്രവർത്തനങ്ങളും നേരിടുന്നതിന് അതായത് ഇതിനെല്ലാം നിർണായകമായ ഒരു പങ്ക് വഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാനെ ഇറാനെ അകത്തു നിന്ന് തകർക്കുക എന്നത് അത്ര എളുപ്പമായ ഒരു കാര്യമല്ല എന്ന തിരിച്ചറിവ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ലഭിക്കുകയും ചെയ്തു. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും ഒരു ആശങ്കയായി മാറി. ഒരാൾ വീണാൽ രാജ്യം തകരുമെന്ന് കരുതിയ ലോകം ഇന്ന് മറ്റൊരു യാഥാർത്ഥ്യമാണ് കാണുന്നത്. വ്യക്തികളെക്കാൾ ശക്തമായ ഒരു സംവിധാനമാണ് ഇറാൻ മാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് അവരെ ആരെയും തകർത്തെറിയാൻ തന്നെ ഒരു ശക്തിയും കൊണ്ട് സാധിക്കുന്നതല്ല. ഖമേനിയുടെ മരണത്തിന് ശേഷം ഭയന്നു പിന്മാറേണ്ട രാജ്യം പകരം കൂടുതൽ സംഘടിതവും കൂടുതൽ കടുത്തതുമായ ശക്തി കേന്ദ്രമായി മാറി എന്നാണ് ലോക രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത്. അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു.